എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. രണ്ടു ദിവസം മുൻപ് പരസ്പരം സീരിയൽ ആക്ട്രസ് രേഖ ചേച്ചി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് അവരെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവരുടെ പല ജീവിത സാഹചര്യങ്ങളും എടുത്ത് വീഡിയോ ആക്കിയിട്ട് അനാവശ്യമായിട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ, അത് മുഖ്യമന്ത്രിക്ക് മെൻഷൻ ചെയ്തുകൊണ്ട്, മുഖ്യമന്ത്രിയെയും അതുപോലെ കേരള സർക്കാരിനെയും മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ ഇത്രയും കാലങ്ങൾക്കിടയിൽ ഒരു യൂട്യൂബർ പോലും, ഒരു റിയാക്ഷൻ വ്ളോഗേഴ്സ് പോലും ഇവരുടെ വിഷയം സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയുന്ന 1-2 യൂട്യൂബേഴ്സിനോട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും എടുത്തതായിട്ട് അറിയുമോ, കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അറിയില്ലെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാളുടെ വീഡിയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആരെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്ന് ചിന്തിച്ചു. നോർമലി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സൊസൈറ്റിയുടെ പോക്ക് വെച്ചിട്ട് ജനങ്ങൾ വിചാരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, പല ചാനലുകളും ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന വീഡിയോകളുടെ എല്ലാം താഴെ കുറേ അധികം റിയാക്ഷൻ വ്ളോഗേഴ്സിനെ മെൻഷൻ ചെയ്ത് കണ്ടു. ഇവനൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ, ഇവനൊക്കെയാണ് അനാവശ്യം വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും യൂട്യൂബേഴ്സ് ഒന്നുകിൽ പേര് പറയണം, ആരാണ് അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തത്, ആ പർട്ടിക്കുലർ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ പർട്ടിക്കുലർ ചാനലിൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു. ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ ആ വീഡിയോ ചെയ്തത്, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ വ്ളോഗേഴ്സിനെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാ യൂട്യൂബേഴ്സും സംസാരിച്ചത്. നമുക്ക് ഈ തെറ്റിദ്ധരിച്ച ആൾക്കാരൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സാണ്. റിയാക്ഷൻ വ്ളോഗേഴ്സ് ആരുടെയും കുടുംബത്തിനകത്ത് പോയിട്ട് ഒരു കാര്യവും ചകഞ്ഞു കൊണ്ടുവരാറില്ല. ഏതൊരു വ്യക്തിയാണോ അവർ ചെയ്യുന്ന തെറ്റുകൾ മാത്രമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആരുടെ ഫാമിലി ലൈഫോ അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് കയറിയിട്ട് അവിടെ എന്ത് നടക്കുന്നു ഇതൊന്നും ആരും അന്വേഷിക്കാൻ പോകാറില്ല. സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന സാധനങ്ങൾ, അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. ഇതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് ഒരു തെറ്റായിട്ട് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരെന്നും വിമർശിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ നാളിതുവരെയായിട്ടും ഒരാളുടെ ലൈഫിലും ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അനാവശ്യം സംസാരിക്കുകയോ അല്ലെങ്കിൽ തെറി പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഒരു റിയാക്ഷൻ വ്ളോഗർ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പം ഇങ്ങനെ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നു. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബ്രദറാണ്. അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്തു, ദേവ് ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ അവരങ്ങനെ റിയാക്ട് ചെയ്തത്. ഞാൻ പെട്ടെന്ന് ആ ചാനൽ നോക്കി. ഞാൻ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ചാനലാണ്. ആ ചാനലിൽ വന്ന വീഡിയോ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി. കാര്യം 2 സ്ത്രീകൾ ഇരുന്നിട്ട് ഈ അയൽക്കാരിരുന്ന് പരദൂഷണം പറയുന്നത് പോലെ അങ്ങോട്ട് സംസാരിക്കുവാണ്. ഇവരുടെ വിവാഹം 5ാം വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ 1 കെട്ടിയോ 2 കെട്ടിയോ 5 കെട്ടിയോ 10 കെട്ടിയോ അതൊന്നും സൊസൈറ്റിയുടെ കൺസേൺ അല്ല. അത് അവരുടെ മാത്രം വിഷയമാണ്. ഒരിക്കലും അത് സമൂഹത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ജനങ്ങളെ ബാധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത്? ഏതോ ഒരു ചാനലിൽ എപ്പോഴോ ഒരു പോസ്റ്റ് വന്നു അത്രേ, രേഖ രതീഷ് 5ാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനെടുത്ത് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആ വിഷയം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ പേര് അബാക് ഡിബേറ്റ് എന്നാണ്. 2 സ്ത്രീകളാണ്, പേരെനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മറ്റൊരു വീഡിയോ വന്നു ഇതേ ചാനലിൽ തന്നെ. രേഖയെ കടിച്ചു കീറി ചെന്നായിക്കൂട്ടം, മുൻനിരയിൽ വലിയ വേട്ടക്കാർ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളാണ് അവരെ വലിച്ചു കയറാൻ വേണ്ടി ഇട്ട് കൊടുത്തത്. അതിൽ അവർക്ക് വന്നൊരു മിസ്റ്റേക്ക്, സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട്, ഇൻ ദ സെൻസ് അവർ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം. ഞാൻ രേഖ ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായ ഒരാളല്ല. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതല്ലാതെ മറ്റൊരു രീതിയിലും അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരാളല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ള ടെക്നിക്കൽ സൈഡൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തുകൊണ്ടാണ് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്? ചേച്ചിക്ക് അവരുടെ പേരെടുത്ത് പറയാൻ പാടില്ലായിരുന്നോ? അവരെന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞൊരു കാര്യം, ഞാൻ പിന്നെയാണ് അത് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നില്ല. ഞാൻ 3 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് അത്രയും ട്രോമയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരെ ഓർത്തല്ല വിഷമം, അവരുടെ മകനെ ഓർത്താണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സിംഗിൾ പാരൻറ്റ്, അവരുടെ മകൻ സ്കൂളിൽ പോകുമ്പം സ്കൂളിലെ ക്ലാസ്മേറ്റ്സ് ആ കുട്ടിയെ നോക്കിയിട്ട് കളിയാക്കുന്നൊരവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. കാരണം എൻ്റെ അമ്മ സിംഗിൾ പാരൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വിഷമം മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ മകൻ വീട്ടിൽ വന്ന് പറയുവാണ്, അമ്മ എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാനിക് സിറ്റുവേഷൻ 3 ദിവസമായിട്ട് അവർ ഫേസ് ചെയ്യുന്നു. 3 ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരോട് പറയണമെന്ന് അറിയില്ല. അവസാനമാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്തതിന് ശേഷം ഇവർ സൈബർ സെല്ലിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒക്കെ പോയി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പം ഈ ചാനലുകളുടെ പേരൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത്. അവരെ സംബന്ധിച്ച് അത് തെറ്റല്ല. കാരണം യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം വന്നത്, യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടത് ജനങ്ങളും നമ്മളുമാണ്. റിയാക്ഷൻ വ്ളോഗേഴ്സിനാണ് ഉദ്ദേശിച്ചതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടത് നമ്മളാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചത് നമ്മളാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തു, ഞങ്ങളാരും അല്ല, നിങ്ങൾ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം അവർ വന്ന് കമൻറ്റ് ചെയ്തു, ഈ ചാനലാണ്, ഇവരാണ് എന്നെ എത്രമാത്രം ട്രോമയിലേക്ക് കൊണ്ടുപോയത്, ആ സ്ത്രീകളുടെ ചിരി, ഇതൊക്കെയാണ് ആ ട്രോമയിലേക്ക് എന്നെ കൊണ്ടുപോയത്. ഇനി ഇത് കാണുമ്പം സമൂഹത്തിന് പറയാൻ മറ്റൊരു കഥയുണ്ടാവും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, ചാനലുകൾ എന്ത് എയർ ചെയ്യുന്നോ, എന്ത് ടെലികാസ്റ്റ് ചെയ്യുന്നോ, ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണെന്നോ, അവിടെ പിന്നാമ്പുറത്ത് എന്തൊക്കെ നടന്നു എന്നൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനലുകൾ പുറത്തുവിടുന്ന ഷോകൾ വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇവരുടെ സ്റ്റോറി പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പക്ഷേ എന്നെ വിമർശിക്കാം, നീ അവരെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ, നിങ്ങൾക്ക് എങ്ങനെ വേണം ചിത്രീകരിക്കാം, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഞാൻ പറയുക തന്നെ വേണം. ആ ന്യായമുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്നത്. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ, അതിനകത്ത് ഒരു എത്ര മാന്യനായ ഒരാൾ അതിനകത്ത് കയറിപ്പോയാലും അയാളെ ഏറ്റവും വേഴ്സ് സിറ്റുവേഷനിലേക്ക് ആക്കാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഈ പെൺകുട്ടികൾ ഈ ചാനലിൽ അബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിൽ വന്ന വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ, 3 ദിവസം മുന്നേ ഇട്ട വീഡിയോയിലാണ് രേഖ ചേച്ചി ഇത്രയും ട്രോമയിലേക്ക് പോയത്. ഇന്നലെ ഇട്ട വീഡിയോ, രേഖ ചേച്ചി ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇവരിന്ന് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് പോലും ഇവർ രേഖ ചേച്ചിനെ ഇട്ട് കൊടുക്കുകയാണ് സൈബർ ബുള്ളിങ്ങിന് വേണ്ടി. യൂട്യൂബേഴ്സിനെ രേഖ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ തിരിക്കുന്ന ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത് ഇതിനകത്തും. എന്തുകൊണ്ട് യൂട്യൂബേഴ്സിനെ മാത്രം പറഞ്ഞു? അവർ യൂട്യൂബേഴ്സിനെ എന്ന് പറഞ്ഞത് ഈ ലേഡീസിനെ തന്നെയാണ്. അത് മനസ്സിലാക്കാതെ ഇവർ പിന്നെയും അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കുള്ള ഗുണം എന്താണ്? നമുക്ക് ആ വീഡിയോ കുറച്ച് ഭാഗം ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ഇവർക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ക്യാപ്ഷൻ ഇതാണ്: രേഖയെ കടിച്ചു കയറി ചെന്നായിക്കൂട്ടം, മുൻനിരയിൽ വലിയ വേട്ടക്കാർ. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവരിട്ട തംബ്നെയിലും ക്യാപ്ഷനൊക്കെയാണ്. രേഖയെ കടിച്ചു കയറി ചെന്നായിക്കൂട്ടം. നമുക്ക് എന്തായാലും ഇവർക്ക് പറയാനുള്ളത് കേട്ട് നോക്കാം. ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഒരു താരമാണ് രേഖ രതീഷ്. കഴിഞ്ഞ ആഴ്ച അവരുടെ 5ാം വിവാഹമാണ് ആ നടനുമായി എന്നൊക്കെ പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാർഡ് ഇറക്കുന്നുണ്ടായിരുന്നു, വെബ് ന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, വാർത്തകൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ഇവർ പ്ലേറ്റ് വരച്ചു. ഇവർ പറയുന്നത് യൂട്യൂബർമാർ, എനിക്ക് തോന്നുന്നു രേഖ രതീഷ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്, അതിൽ പറയുന്നത് യൂട്യൂബർമാർ എനിക്കെതിരെ അപകീർത്തികരമായ വീഡിയോസ് ചെയ്യുന്നു, അതിൽ വിഷമമുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണെന്നാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനലിൽ ഈ പറയുന്ന കാര്യം കണ്ടോ? എനിക്ക് രേഖ എന്ന് പറയുന്ന വ്യക്തിനെ വെള്ള പൂശിയിട്ടോ വെളുപ്പിച്ചിട്ടോ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. പക്ഷേ എന്നോട് പറഞ്ഞ അവരുടെ ലൈഫ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇവർ 5ാമത്തെ വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് ഇവരാരോടും പറഞ്ഞിട്ടില്ല. ഞാൻ 5ാമത്തെ വിവാഹം കഴിക്കാൻ പോകുന്നു, ഞാനൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് നമ്പർ കൊടുത്തതും അതിന് ഇത്ര എണ്ണമാണ് എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന ചാനലുകൾ തന്നെയാണ്. അല്ലാണ്ട് രേഖ രതീഷ് എവിടെയും പറഞ്ഞിട്ടില്ല. അവരുടെ ഇൻസ്റ്റഗ്രാം അരിച്ചു പെറുക്കി അവിടെ എവിടെയും 5ാം വിവാഹം എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സ്ക്രീൻഷോട്ടോടെ കൊടുക്കാം. അവർ ആ വിവാഹ വാർത്ത റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. അതിനകത്ത് എവിടെയും 5ാം വിവാഹത്തിലാണ് ഞാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല. ഇനി അവർ 4 കഴിച്ചോട്ടെ, 5 കഴിച്ചോട്ടെ, 6 കഴിച്ചോട്ടെ, 10 കഴിച്ചോട്ടെ, ആർക്കാണ് നഷ്ടം? ഹൂ കെയർസ്? ആർക്കും ഒരു നഷ്ടമില്ല. അവരുടെ ലൈഫാണ്. അവരെത്ര കല്യാണം കഴിച്ചാലും ആരെയും ബാധിക്കുന്ന വിഷയമല്ല, സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയമല്ല, അവരുടെ കുടുംബത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. അതിനെ വന്നിരുന്നിട്ട് 5ാം വിവാഹത്തിന് ഒരുങ്ങുന്നു പറഞ്ഞ ഒരു കോണ്ടന്റ് തന്നെ, ഒരു വിഷയം തന്നെ അതാക്കുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഉളുപ്പുണ്ടോ സ്ത്രീകളെ നിങ്ങൾക്കൊന്ന് ചോദിച്ചത് എൻ്റെ ഇന്നലത്തെ വീഡിയോക്കകത്ത്. ഇത്രയും മോശമായിട്ട് യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങളൊരു ടീമാണ്. മെയിൻ സ്ട്രീം ചാനലുകളിൽ എവിടെയും ഇത് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ഇന്നലെയാണ് ഇവരുടെ വീഡിയോ വന്നതിന് ശേഷമാണ് പല മെയിൻ സ്ട്രീം ചാനലിലും ഈ വാർത്ത കാണുന്നത്. അല്ലാതെ എവിടെയും മെയിൻ സ്ട്രീം ചാനൽ ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ, ഏത് ചാനലാണ് അങ്ങനെ ഒരു വാർത്ത കണ്ടത്? വാർത്തയായിട്ട് കണ്ടത്, ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് കണ്ടത് വേറെ ഏത് ചാനലിലാണ്? അവർ 1-2 ചാനലിൻ്റെ പേര് പറഞ്ഞു, ഈ അബാക് ഡിബേറ്റ്, അതുപോലെ സിനി ലൈഫ്. ഈ സിനി ലൈഫൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം കിട്ടിയില്ല അതിനെ പൊലിപ്പിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസും കൊടുത്ത് അങ്ങ് അടിച്ചിറക്കും. അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ ചാനൽ അബാക് ഡിബേറ്റ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഈ സ്ത്രീകൾ ഇരുന്നിട്ട് കീറി മുറിക്കുകയാണ്.
അവരുടെ ഒന്നാമത്തെ വിവാഹത്തിന് എന്ത് സംഭവിച്ചു, രണ്ടാം വിവാഹം എന്ത് സംഭവിച്ചു, അവരുടെ വിവാഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഇപ്പം 5 കെട്ടാൻ പോകുന്നു, 5 പേരെ കിട്ടിയല്ലോ, 5ാമനെയും കിട്ടിയല്ലോ. നാണമുണ്ടോ? സൊസൈറ്റിയിൽ എത്രയോ മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തേ അതൊന്നും നിങ്ങൾ എടുത്ത് സംസാരിക്കുന്നില്ല? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ്, അവർ നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർ സമൂഹത്തിനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കവേ അവരുടെ ലൈഫിനകത്ത് വരാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഇത്രയും മ്ലേച്ഛകരമായിട്ട് സംസാരിക്കാൻ ഉളുപ്പുണ്ടോ? ഞാൻ ഇതിനകത്ത് ബാക്കി വീഡിയോ കാണിക്കുന്നില്ല. ഇതിനകത്ത് മുഴുവനും രേഖ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ യൂട്യൂബേഴ്സ് വെറുക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിനകത്ത് സംസാരിച്ച് വെക്കുന്നുണ്ട്. അതായത് രേഖ രതീഷ് പറഞ്ഞത് എല്ലാ യൂട്യൂബേഴ്സിനെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന ലെവലിൽ പോലും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവർക്കത് പറയാൻ പറ്റാതെ പോയത് അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥ വെച്ച് മാത്രമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇന്നലെ ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷമാണ് രാത്രി രേഖ ചേച്ചിയുമായിട്ട് തന്നെ സംസാരിച്ചത്. അബാക് ഡിബേറ്റിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, നിങ്ങൾക്ക് കോണ്ടന്റുകൾ സംസാരിക്കാം, പക്ഷേ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ സംസാരിക്കുക. അല്ലാതെ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് മോശമായിട്ട് ചിത്രീകരിക്കരുത്. കാരണം ഇന്ന് സൊസൈറ്റി നോക്കുന്നത് യൂട്യൂബ് ചാനലുകളെയും മെയിൻ സ്ട്രീം ചാനലുകളെയും വരുന്ന വാർത്തകൾ വെച്ചിട്ടാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. ഒരാളെ വളർത്താനും തളർത്താനും യൂട്യൂബ് ചാനലുകൾ വിചാരിച്ച് നടക്കും. അതുകൊണ്ട് നിങ്ങൾ വാർത്തകൾ ചെയ്യുമ്പോൾ ഒരല്പം മാന്യത കാണിക്കാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ അട്ടഹാസം, അതാണ് ആ വ്യക്തിനെ ഇത്രയേറെ ട്രോമയിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതവർ പറയുന്നുണ്ട്. നിങ്ങളും സ്ത്രീകളാണെന്ന് ഓർക്കണം. പറയുമ്പോൾ ആ ഒരു കൺസിഡറേഷൻ, എന്താണ് പറയുന്നത്, എന്ത് വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതിന് ഒരു സാമാന്യ മാന്യത നിങ്ങൾക്കുണ്ടാവാം. നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഒരിക്കലും രേഖ ചേച്ചി പറഞ്ഞത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചല്ല, ഇത്തരം ചാനലുകളെക്കുറിച്ചാണ്. ഇതുപോലെ വന്നിരുന്നിട്ട് പല വിഷയങ്ങളും എടുത്ത് വലിച്ചു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരാളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്ന ഇത്തരം ചാനലുകളെയാണ് രേഖ ചേച്ചി മെൻഷൻ ചെയ്തതെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അല്ല. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.